ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു കണ്ടെയ്നർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു കെയിൻ്റെ ഒരു പ്ലേറ്റാണ്. നമ്മൾ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ട് മേടിച്ചതായിരുന്നു. ഇനി അതിന് പിന്നെ നമുക്ക് വേണ്ടത് വേസ്റ്റ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് കോക്കനട്ട് മിൽക്ക് വന്നതാണ്. ഏത് വേണമെങ്കിലും അങ്ങനത്തെ ടിന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനത്തെ ടിന്നുകൾ എപ്പോഴും നല്ലതായിരിക്കും, ഒത്തിരി നാളത് തുരുമ്പൊന്നും വരാതെ ഇരുന്നോളൂ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ആ കണ്ടെയ്നർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഹോട്ട് ഗ്ലൂ തന്നെ വേണം. ഹോട്ട് ഗ്ലൂ എടുത്ത് അതിന് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും കുറേശ്ശെ ഗ്ലൂ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഫുള്ളായിട്ട് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും പെയിൻറ്റ് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ രണ്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് എളുപ്പത്തിൽ പെയിൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പ്രേ പെയിൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വോളിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾക്ക് അതിന് നമ്മുടെ വോളിന് മാച്ച് ചെയ്തുള്ള കളർ നോക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് നേരത്തെ നമ്മളത് ഇൻസൈഡിലാണ് വെച്ചത്, നമുക്ക് ഇപ്പോൾ ഔട്ട് സൈഡിലേക്ക് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ മിഡിലായിട്ട് വെച്ചു. മിഡിലായിട്ട് അത് രണ്ടായിട്ട് തന്നെ രണ്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് നമ്മൾ മിഡിലിൽ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളതിലേക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഓരോ വരച്ച് കൊടുക്കുകയാണ്. പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് തന്നെ ചെയ്യണത്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾക്ക് വാട്ടർ പ്രൂഫാണ്, നമുക്കിപ്പോൾ വെള്ളം വീണാലൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുത്ത് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർ അത് കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണണേ. അപ്പോൾ ഞാനതിന് ആക്രിലിക് പെയിൻറ്റ് വൈറ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഒരേ ബ്ലോക്കുകളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കിയപ്പോഴത്തേക്കും നമ്മൾക്ക് അതിന് ഇതിൽ ഈ പ്ലേറ്റിനകത്തും ഞാൻ ആ കെയിനുമേലും കുറച്ച് വൈറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ വേണമെങ്കിൽ അടിച്ച് കൊടുക്കാം. പിന്നെ ഇത് ഫുള്ളും ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ പെയിൻറ്റ് അടിച്ചേക്കണോണ്ട് ക്ലിയർ വാർണിഷ് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കണേ. സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് നമ്മൾ ടിന്നിൽ കിട്ടുന്നത് എടുത്ത് അടിച്ചാലും മതി. ഇപ്പോൾ ഇതിന് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ക്യാപ്പ് എടുത്തുള്ളൊരു ബോട്ടിലിൻ്റെ അത് വെച്ചിട്ട് അതിന് നമ്മൾ ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനത് അങ്ങോട്ട് ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് തീർത്തു. കാരണം ഫ്രീ ഹാൻഡായിട്ട് ചെയ്താലും മതി, നല്ല ഭംഗിയായിട്ട് വരും. വെറുതെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണല്ലോ കൊടുക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെനിക്ക് നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഐഡിയ അനുസരിച്ച് അങ്ങ് ചെയ്താലും മതി. അത് ഇപ്പോൾ അത് ഞാൻ വാർണിഷ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ
സാധാരണ ചെടി നടുന്ന പോലെ മണ്ണിട്ട് അതിനകത്തേക്ക് ചെടി നട്ട് വയ്ക്കുക. ഇതൊരു വാളിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കണമായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്ക് ബാൽക്കണിയിലൊക്കെ വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. മഴയൊന്നും അടിക്കാണ്ട് നോക്കിയാൽ മതി. ബാൽക്കണിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇപ്പോൾ കെയിൻ്റെ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പ്ലേറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടെയ്നർ എന്തായാലും എല്ലാവരുടെയും കയ്യിൽ കാണും ഇതുപോലത്തെ ടിന്നുകൾ. അപ്പോൾ അത് വെച്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.